ഹായ് സ്റ്റുഡൻസ്, നമുക്ക് +1 എക്സാമിന് എപ്പോഴും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ. ചിലപ്പോൾ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരും, അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും, ആക്സലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരും, അതിൽ നിന്ന് ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻസ് എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഗ്രാഫിനെ പറ്റി നമ്മൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഗ്രാഫാണ് എന്ത് ചെയ്യുന്നത് +1 പഠിക്കുന്നത്. ഏതാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സലേഷൻ ടൈം ഗ്രാഫ്. ഈ ഒരു ചിത്രം, ഇപ്പോൾ ഈ കാണുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോന്നിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണുമ്പോൾ എന്ത് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആവും. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ്, ദെൻ വെലോസിറ്റി ടൈം ഗ്രാഫ്, അത് കഴിഞ്ഞ് ആക്സലേഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ തൊട്ടടുത്ത ഗ്രാഫ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിലെ വെലോസിറ്റി കിട്ടും. അങ്ങനെ ഓർത്ത് നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് തൊട്ടടുത്ത് എന്ത് കിട്ടും? ആക്സലേഷൻ കിട്ടും. ഇനി നേരെ റിവേഴ്സ് നമ്മൾ വരുവാണ്, ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ എന്ത് കിട്ടും? നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. എളുപ്പമല്ലേ? അപ്പോൾ ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മതി. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ദെൻ ആക്സലേഷൻ ടൈം ഗ്രാഫ്. മുകളിൽ വരുന്ന എന്താണ്? സ്ലോപ്പാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കാണുമ്പോൾ ആക്സലേഷൻ, ആക്സലേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈസി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കുക.